ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബിസ്ക്കറ്റ് കസ്റ്റാർഡ് പുഡിങ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലിൽ നിന്ന് കുറച്ച് പാലൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ആറാറൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ മധുരം കുറഞ്ഞ ബിസ്ക്കറ്റ് എടുക്കാൻ നോക്കണം. ഇനി ഇതിൽ നിന്ന് ഒരു 10 ബിസ്ക്കറ്റോളം നമുക്ക് ഈ പാലിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിസ്ക്കറ്റൊക്കെ പാലിലിട്ടത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിലെ ബിസ്ക്കറ്റൊക്കെ നല്ലതുപോലെ തന്നെ പാലിലേക്ക് അലിഞ്ഞു വരും. ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ബിസ്ക്കറ്റൊക്കെ നല്ലതുപോലെ അലിഞ്ഞിട്ട് വരും. ഇതിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റൊക്കെ നല്ലതുപോലെ തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ പാലിൽ കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്താൽ പിന്നെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും, അടിയിലും പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പാലിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഡിപ്പ് ചെയ്യാണ്ട് വെക്കുന്നതാണ്. അങ്ങനെ ഫുള്ളായിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൊക്കോ പൗഡർ ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 2-3 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലത്. തണുപ്പോടെ കൂടി കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ അടിപൊളി കസ്റ്റാർഡ് ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. വെറും പാലും ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇതുപോലെ പുഡിങ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.